ഹായ് ഫ്രണ്ട്സ്, യാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മസാല ബോണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള അടിപൊളി മസാല ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടിയാണ് എടുക്കുന്നത്. ഒരു 1/4 കപ്പ് മൈദപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പകുതിയായിട്ട് എടുക്കാം, മൊത്തം മൈദപ്പൊടിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ അജ്വൈൻ ചേർത്ത് കൊടുക്കാം. ഇത് വയറിൽ നല്ലതാട്ടോ, ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ ഇത് നല്ലതാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. ഈ ഒരു രീതിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തീരെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, നമ്മൾ കിഴങ്ങൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് അങ്ങനെ ബ്രൗൺ നിറമൊന്നും ആവണ്ട. ഈ നിറമായി കഴിയുമ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് മീറ്റ് മസാല, ഇനി മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ പൊടിയുടെയൊക്കെ പച്ചച്ചോവയൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് 3 ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ട് പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ശകലം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിന് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ചെറിയ ചെറിയ ഓരോ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിന് കേട്ടോ. ഇനി വലുത് വേണമെങ്കിൽ വലുതെടുക്കാം, ഇനി ഇച്ചിരി കുഞ്ഞു മതിയെങ്കിൽ കുഞ്ഞാക്കി എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഈ ഓരോ ബോൾ മുക്കിയിട്ട് നമുക്ക് എണ്ണക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം നായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നായി കഴിയുമ്പോൾ നമുക്ക് ഇത് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് അത്രേ ഉള്ളൂ, നമ്മുടെ മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.